ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, തളർന്നു പോയ മനസ്സുകളെയും തകർന്നു പോയ ജീവിതങ്ങളെയും താങ്ങി ഉണർത്തുന്ന സ്വർഗത്തിൻ്റെ സാന്ത്വനമാണ് ക്രിസ്തു. ഇപ്രകാരം വല്ലാതെ അങ്ങ് തളർന്നു പോയ ഒരു മനുഷ്യൻ, പരസഹായമില്ലാതെ ഒന്ന് അനങ്ങാനോ തിരിയാനോ പറ്റാത്ത അവസ്ഥയിൽ കിടന്നു പോയ ഒരുവൻ, അവൻ്റെ ചങ്ങാതിമാർക്ക് മനസ്സിലായി കർത്താവിൻ്റെ മുന്നിലേക്ക് ഇവനെ ഒന്ന് കൊണ്ടുവന്ന് കൊടുത്താൽ സൗഖ്യം ഉറപ്പാണ്. അവർ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. അവനെ കിടക്കയോടുകൂടെ, തളർന്ന് കിടക്കുന്ന അതേ അവസ്ഥയിൽ അവനെ ആ കട്ടിലോടുകൂടെ, കിടക്കയോടുകൂടെ കർത്താവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുക. ഈ കിടക്കുന്ന തളർന്നു പോയ മനുഷ്യൻ്റെ വിശ്വാസം കണ്ടിട്ടല്ല, മറിച്ച് അവനെ താങ്ങിയെടുത്ത് കൊണ്ടുവന്ന ആ ചങ്ങാതിമാരുടെ വിശ്വാസം കണ്ടിട്ട് ക്രിസ്തു തളർന്നു പോയ ആ മനുഷ്യന് പാപമോചനവും രോഗസൗഖ്യവും നൽകുകയും അവൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ മേഖലയിലേക്ക് കർത്താവ് പറയുന്നത്, നിൻ്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകുക, വലിയ ഉത്തരവാദിത്വങ്ങളുടെ മേഖലയിലേക്ക് അവനെ തിരിച്ചു വിടുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിതത്തിൻ്റെ വലിയ ഒരു ചുമതല, ഉത്തരവാദിത്വം കർത്താവ് ഓർമ്മപ്പെടുത്തുക. നമ്മുടെ ചുറ്റും ഇങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സ്വയമേവ കടന്നു വരാൻ പറ്റാതെ ഇങ്ങനെ മാറി നിൽക്കുന്നവരും തളർന്നു കിടക്കുന്നവരും ഒത്തിരി പേരാണ്. അങ്ങനെയുള്ളവരെ കൂട്ടിക്കൊണ്ടുവരാനും എടുത്തുകൊണ്ടുവരുവാനും വിശ്വാസമുള്ള നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തിയ. ഇപ്രകാരം നീ ചെയ്താൽ നിന്നിലൂടെ അനേകർ സൗഖ്യം പ്രാപിക്കും, ക്രിസ്തുവിനെ കൂടുതലായി അറിയുകയും സ്നേഹിക്കുകയും ചെയ്യും. ആകയാൽ കൃപയുടെ ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, തമ്പുരാനെ, ഞങ്ങളുടെ വീടുകളിലുണ്ട്, ഞങ്ങളുടെ ചുറ്റുപാടുകളിലുണ്ട് ഇപ്രകാരം മനസ്സുകൊണ്ട് വല്ലാതെ അങ്ങ് തളർന്നു പോയവർ. ശരീരത്തിന് ബലമുണ്ടാകാം, പക്ഷേ വല്ലാത്ത ഭാരം മനസ്സിനെ ഇങ്ങനെ ഭാരപ്പെടുത്തുമ്പോൾ തളർന്നു പോയ മനസ്സോടെ നമ്മുടെ ചുറ്റും കഴിയുന്നവർ ഒത്തിരിയാണ്. നമ്മുടെ സാന്നിധ്യവും സാമീപ്യവും നാം കൊടുക്കുന്ന ദൈവവചനത്തിൻ്റെ ബലവും ഒരുവന് നിവർന്ന് നിൽക്കാൻ, നേരെ നിൽക്കാൻ, ജീവിതത്തിൻ്റെ വലിയ ചുമതലകൾ ഇങ്ങനെ തലയിലെടുത്തുകൊണ്ട് പോകുവാൻ തക്ക രീതിയിലുള്ള ബലം ലഭിക്കും. നീയൊന്ന് അവനെ സമീപിച്ചുകൊണ്ട് അവന് ദൈവവചനത്തിൻ്റെ കരുത്ത് നൽകാൻ, ക്രിസ്തുവിനെ കൊടുക്കാൻ കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്വം നമ്മൾ നിക്ഷിപ്തമാണ് എന്ന തിരിച്ചറിവോടുകൂടെ കൃപയുടെ ഈ ബലി നമുക്ക് കരുത്ത് നൽകട്ടെ.